ഹായ്, പുതിയൊരു ടിപ്പുമായി ഞാൻ വീണ്ടും വന്നിരിക്കുന്നു. ടെക് ടിപ്സ് 1024 SMK. അപ്പോൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് ഒരു SSDയെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് SSD, അതുപോലെ ഈ SSDയെ എങ്ങനെ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഘടിപ്പിക്കാം എന്നതിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ എന്താണ് SSD എന്ന് നോക്കാം. SSD എന്ന് പറയുമ്പോൾ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവർ, അഥവാ നമ്മുടെ ഹാർഡ് ഡിസ്ക് HDD അതിന് പകരമായിട്ട് കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് SSD അഥവാ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവർ. ഹാർഡ് ഡിസ്കിനേക്കാളിലും ഒരുപാട് ഫാസ്റ്ററായിട്ടാണ് ഈ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവേഴ്സ് അഥവാ SSD അതിലേക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതും റൈറ്റ് ചെയ്യുന്നതും എല്ലാം ഭയങ്കര ഫാസ്റ്റായിട്ട് തന്നെ നടക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ ബൂട്ടാവുന്നതും എല്ലാം ഭയങ്കര ഫാസ്റ്റായിട്ട് ഒരു SSD യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ ആണെങ്കിൽ നമുക്ക് അനുഭവപ്പെടും. ഏകദേശം 200 MB to 550 MB per second ആണ് ഒരു SSD ഡാറ്റ റീഡ് ചെയ്യുന്ന സ്റ്റോർ ചെയ്യുന്നതിൻ്റെ എല്ലാം ഒരു സ്പീഡ് എന്ന് പറയുന്നത്. അതിന് പകരം നമ്മളൊരു ഹാർഡ് ഡിസ്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ഹാർഡ് ഡിസ്കിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന അതല്ലെങ്കിൽ ഡാറ്റ റീഡ് ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്നത് 50 മുതൽ 120 MB per second ആണ്. അപ്പോൾ അതിനേക്കാൾ എത്രയോ കൂടുതലാണ് 200 to 550 MB per second എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഏകദേശം 200 MB per secondലാണ്. അപ്പോൾ നിങ്ങൾക്കൊന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും എത്രത്തോളം ഫാസ്റ്റ് ആയിട്ടാണ് ഒരു സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവറിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ളത്. അതുപോലെ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ബൂട്ടിംഗ് എല്ലാം വളരെ ഫാസ്റ്റായിട്ട് പെർഫോം ചെയ്യാനും ഈ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവേഴ്സിനെ കൊണ്ട് സാധിക്കും. അപ്പോൾ ഈ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവേഴ്സ് ഇനി നമ്മുടെ കമ്പ്യൂട്ടറിൽ എങ്ങനെയാണ് ഘടിപ്പിക്കുന്നതെന്ന് നോക്കാം. നമ്മൾ സാധാരണ ഒരു ഹാർഡ് ഡിസ്കിനെ നമ്മൾ എങ്ങനെയാണോ കമ്പ്യൂട്ടറിൻ്റെ മദർ ബോർഡുമായിട്ട് പിൻ ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവേഴ്സിനും കണക്ട് ചെയ്യുന്നത്. ഇത് ഒരു ഹാർഡ് ഡിസ്ക് ആണ്, സാധാ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന ഒരു ഹാർഡ് ഡിസ്ക് ആണിത്. ഈ ഹാർഡ് ഡിസ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 2 പിന്നുകളുണ്ട്. ഇവിടെ 2 പിന്നുകളുണ്ട്. ഈ 2 പിന്നുകളിൽ ഒന്ന്, ഈ ഒരു പിന്നെന്ന് പറയുന്നത് നമ്മുടെ SMPSൽ നിന്നും പവർ സപ്ലൈ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പിന്നാണ്. അതുപോലെ ഈ ഒരു പിന്നെന്ന് പറയുമ്പോൾ നമ്മുടെ മദർ ബോർഡിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അഥവാ ഈ ഒരു കേബിൾ കാണുന്നില്ലേ, ഇത് സാറ്റ കേബിൾ എന്ന് പറയും. ഈ സാറ്റ കേബിൾ ഉപയോഗിച്ചാണ് നമ്മുടെ മദർ ബോർഡിനെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ സാറ്റ കേബിൾ ജസ്റ്റ് ഇവിടെ കണക്ട് ചെയ്യുക, ഈ ഒരു എൻഡ് നമ്മുടെ മദർ ബോർഡുമായിട്ട് ബന്ധിപ്പിക്കുക. ഇതേപോലെ തന്നെയാണ് ഒരു സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവർ അഥവാ SSDയും നമ്മുടെ കമ്പ്യൂട്ടറായിട്ട് ഘടിപ്പിക്കുന്നത്. ഏകദേശം രണ്ട് പിൻ തന്നെയാണ് SSDയിലും ഉണ്ടാവുക. ആ 2 പിന്നിൽ ഒന്ന് നമ്മുടെ SMPSൻ്റെ കണക്ഷന് കൊടുക്കുക, രണ്ടാമത്തെ പിന്ന് എന്ന് പറയുമ്പോൾ ഈ സാറ്റ കേബിൾസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ മദർ ബോർഡുമായിട്ട് ബന്ധിപ്പിക്കുക. ഇങ്ങനെയാണ് നമ്മുടെ SSDയെ നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരേ സമയം തന്നെ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഒരു ഹാർഡ് ഡിസ്കും യൂസ് ചെയ്യാം, അതുപോലെ ഒരു സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവേഴ്സും യൂസ് ചെയ്യാം. ഈ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവർ അതല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റ് ഡിവൈസ് എന്നെല്ലാം SSDയെ പറയുന്നുണ്ട്. ഏകദേശം ഈ ഒരു സൈസ് ആയിരിക്കും ഒരു SSDക്ക് ഉണ്ടാവുക. ഒരു SSD എടുത്ത് നിങ്ങളെ കാണിച്ചു തരാൻ എൻ്റെ കയ്യിൽ SSD ഇല്ല, അതുകൊണ്ടാണ് ഞാനൊരു ഹാർഡ് ഡിസ്ക് തന്നെ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾ കാണാൻ ഈ ഒരു സൈസ്, അഥവാ ഒരുപാട് വലിപ്പം ഹാർഡ് ഡിസ്കിനേക്കാളും ഒരുപാട് വലിപ്പത്തിൽ തന്നെ ഒരു SSDക്ക് വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഫുള്ളി കവേർഡ് ആയിട്ടായിരിക്കും നോർമലി SSDയുടെ ഫോട്ടോസ് എല്ലാം എൻ്റെ ഈ വീഡിയോസിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഫുള്ളി കവേർഡ് ആയിട്ടാണ് ഒരു SSD ഉണ്ടാവുക. അതുപോലെ ഹാർഡ് ഡിസ്കിലെ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുന്ന സൗണ്ടെല്ലാം നിങ്ങൾക്ക് കേൾക്കാം. പക്ഷെ ഒരു SSD എന്ന് പറയുമ്പോൾ അതിൽ ഇങ്ങനെ പുറത്തു നിന്നുള്ള സൗണ്ടുകളൊന്നും ഉണ്ടായിരിക്കില്ല, എക്സ്ട്രാ നോയ്സസോ ഒന്നും ഉണ്ടാവില്ല. അത് തന്നെയാണ് ഒരു SSD യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. പക്ഷേ ഒരു SSD ഉപയോഗിക്കാമെന്ന് പറയുകയാണെങ്കിൽ അതിന് ഒരു നോർമൽ ഹാർഡ് ഡിസ്കിനേക്കാളിലും ഒരുപാട് കോസ്റ്റ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്ര അത്യാവശ്യം നല്ല പെർഫോമൻസോട് കൂടി തന്നെ നിങ്ങളുടെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ഒരു പുതിയ SSD വാങ്ങി യൂസ് ചെയ്യാം. ഒരു 500 GB റേഞ്ചിൽ വരുന്ന SSDക്ക് ഏകദേശം 9000 ഒക്കെ വില വരുന്നുണ്ട്. അപ്പോൾ SSD
ആ കോസ്റ്റിന് അനുസരിച്ച് തന്നെ അതിൻ്റെ പെർഫോമൻസും ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും എൻ്റെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ അടുത്തൊരു ടിപ്പുമായി ഞാൻ വീണ്ടും വരും. ടെക് ടിപ്സ് 1024 സൈനിങ് ഔട്ട്.